അതായത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജനപ്രതിനിധികൾ അവർ പ്രധാനമാണ്. അത് താഴെത്തട്ടിലായാലും, അതായത് ത്രിതല പഞ്ചായത്തിലേക്കായാലും, നിയമസഭയിലേക്കായാലും, ലോക്സഭയിലേക്കായാലും, രാജ്യസഭയിലേക്കായാലും അവർക്ക് പാർട്ടിയുടെ പ്രതിനിധികളാണ്. പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആ ഉത്തരവാദിത്വങ്ങൾ അവർ ഭംഗിയായി നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പാർട്ടിയുടെ ചുമതലയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ പ്രതിനിധികളെ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാറുണ്ട്. എന്നതുപോലെ തന്നെ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ, എം എൽ എമാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അവരുടെ പെർഫോമൻസ് അത് വിലയിരുത്തണം. അവരുടെ ഹാജർ ഞങ്ങൾ പരിശോധിക്കും. അതുപോലെ തന്നെ അവരുടെ മണ്ഡലങ്ങളിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അസംബ്ലിയിലെ അവരുടെ പ്രസംഗങ്ങൾ, പിന്നെ പൊതുരംഗത്ത് അവരുടെ സാന്നിധ്യം, സ്വാഭാവികമായി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു സാന്നിധ്യം ഒക്കെ തന്നെ പരിശോധിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വിങ് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ജനങ്ങളിൽ നിന്ന് ഈ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു പിടുത്തം പാർട്ടി നടത്തുന്നത്. അതെ, അതായത് ഈ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു MLA സംബന്ധിച്ചിടത്തോളം 5 വർഷത്തേക്കല്ല, തുടർ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള 5 വർഷത്തേക്കും ആ മണ്ഡലം ഉറപ്പുവരുത്തുക എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിനുവേണ്ടി അവരെ സഹായിക്കാനാണ് ഇത്തരം ഓഡിറ്റിംഗ് പദ്ധതികളുള്ളത്. ഏപ്രിൽ 9 2026 ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മെയ് 4 2026 റിസൾട്ട് വന്നു. മെയ് 18 സത്യപ്രതിജ്ഞ ചെയ്തു ക്യാബിനറ്റ്. അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസങ്ങളിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞകൾ അടക്കം നടന്നു. ഇപ്പോൾ 16ാം നിയമസഭയുടെ ആദ്യ സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് ആർക്കാണ് സാധിക്കുക ഇത്ര വളരെ കൃത്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേറിയപ്പോഴും മുസ്ലിം ലീഗ് എടുത്തൊരു തീരുമാനമുണ്ട്. ജനപ്രതിനിധികളായിട്ടുള്ള, കൗൺസിലർമാരായിട്ടുള്ള, നഗരസഭാ അധ്യക്ഷന്മാരായിട്ടുള്ള, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള എന്ന് വേണ്ട അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഓരോ മുസ്ലിം ലീഗ് പ്രതിനിധിയുടെയും പ്രവർത്തനങ്ങളെ കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ച ഒരു നിലപാട്, ഒരു തീരുമാനം. ആ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിട്ട്, ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലാണെങ്കിലും ശരി, രാജ്യസഭയിലാണെങ്കിലും ശരി, നിയമസഭയിലാണെങ്കിലും ശരി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണെങ്കിലും ശരി, എവിടെയൊക്കെ ആരൊക്കെയുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് കോർഡിനേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ തീരുമാനം. അതിൽ ഈ പറയുന്ന MLA-മാർ നിയമസഭയിലെ അവരുടെ പ്രാതിനിധ്യം, നിയമസഭയിലെ അവരുടെ അറ്റൻഡൻസ്, അവരുടെ സാന്നിധ്യം, മണ്ഡലത്തിൽ അതുപോലെ അവരുടെ സാന്നിധ്യം, മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ അവരുടെ ഇടപെടലുകൾ, മണ്ഡലത്തിൽ അവർ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടലുകൾ, വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ലല്ലോ ഒരു മണ്ഡലത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും മണ്ഡലത്തിലെ അവരുടെ സാന്നിധ്യം, നിയമസഭയിലെ സാന്നിധ്യം, അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്. കാലം മാറി, സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ വളരെയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ കൂടി, സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ കൂടി വിലയിരുത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യ സഭാ സമ്മേളനം തുടങ്ങിയിട്ടേ ഉള്ളൂ. 5 വർഷം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 5 വർഷം നിൽക്കുമ്പോൾ ഈ 5 വർഷത്തെക്കുറിച്ച് മാത്രമല്ല ലീഗ് ചിന്തിക്കുന്നത്, വരുന്ന 5 വർഷത്തേക്ക് കൂടി ഈ പ്രതിനിധികളെയൊക്കെ പ്രാപ്തരാക്കുക എന്നതിനെക്കുറിച്ച് പാർട്ടി വളരെ കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിനു വേണ്ടിയുള്ള പണിയെടുക്കാനും പോകുന്നു. അതിനുള്ള ഒരു സമിതിയെ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു, ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തണം, ആക്റ്റീവാകണം. മണ്ഡലത്തിൽ വേണം, നിയമസഭയിൽ വേണം, നിയമസഭയിലെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് നിയമസഭാ സംസാരങ്ങളടക്കം ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുസ്ലിം ലീഗ് അല്ലാത്തൊരു പാർട്ടിക്ക് ഇതിന് കഴിയോ ഇത്ര കൃത്യമായ ഇടപെടലുകൾ നടത്താൻ?
ലീഗ് അല്ലാത്തൊരു പാർട്ടിക്ക് ആർക്കാണ് ഇതിന് സാധിക്കുക? ലീഗ് ഇപ്പൊ ലീഗ് ഇപ്പൊ നോട്ടമിടുന്നത് ഈ 5 വർഷം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന 5 വർഷത്തെ കൂടി എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ലീഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. മാതൃകയാക്കണം. UDFിലെ എല്ലാ സംഘടനകളും മാതൃകയാക്കണം, എല്ലാ പാർട്ടികളും മാതൃകയാക്കണം. കാരണം ഇവിടെ കൊണ്ട് തീരാൻ പാടില്ല, തുടർച്ചയുണ്ടാവണമെന്നുള്ളത് ലീഗ് ഇപ്പോഴേ പണി തുടങ്ങി. തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണി ലീഗ് ഒരു ഭാഗത്ത് തുടങ്ങുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ കൃത്യമായിട്ട് 22 പേര് ആ 22 പേരുടെ കാര്യങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലുകൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട്, ലീഗിൻ്റെ ഓരോ പ്രവർത്തകരുടെയും പ്രതിനിധിയായിട്ട്, മാത്രമല്ല ഇവരൊക്കെ വിജയിച്ചു കയറിയ മണ്ഡലങ്ങളിലെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയായിട്ട് ആണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവര് ഈ പറയുന്ന ജനങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയും ജനങ്ങളുടെ ജീവിത കാര്യങ്ങളിലും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെടുന്ന വലിയ മാന്യമായ രീതിയിൽ ഒരു ജനങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും വിധം ഉള്ള ഇടപെടലുകൾ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പാർട്ടി ആഗ്രഹിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ അത് പാർട്ടി അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി സുഗമമാക്കാൻ, ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ, ഇനി എവിടെയാണ് എന്താണ് പാളിച്ചകൾ സംഭവിക്കുന്നത് അതിനെ കൂടി കൃത്യമായി അഡ്രസ്സ് ചെയ്ത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി പിഴവുകളില്ലാതെ, പാകപ്പിഴവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ കൊണ്ടു നടക്കാൻ ഈ ജനപ്രതിനിധികൾക്ക് സഹായകരമാകും വിധം ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. കൃത്യമായ നിരീക്ഷണം, എസ്പെഷ്യലി ഈ പറയുന്ന MLA-മാരുടെ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഈയുള്ള 5 വർഷത്തെ മുന്നിൽ കണ്ടല്ല, മറിച്ച് അത് കഴിഞ്ഞിട്ട് വരാനുള്ള ഒരു 5 വർഷത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനമാണ് പാർട്ടി ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എത്ര മികച്ച തീരുമാനമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇതുകൊണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് കൃത്യമായിട്ട് ജനങ്ങളാണ്, ഇവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും ജനക്ഷേമമായിരിക്കണം, ജനങ്ങളുമായി ബന്ധമുണ്ടായിരിക്കണം, ജനങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരിക്കണമെന്ന് ഈ പാർട്ടിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് പാർട്ടി എത്തി നിൽക്കുന്നത്, അല്ലേ? അത് എപ്പോഴും ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിലും എപ്പോഴും മാതൃകയാകുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നത്. മാതൃകയാണ്. ലോകത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത്രയും മാതൃക അത് ലീഗ് എപ്പോഴും കാണിക്കാറുണ്ട്. ആ മാതൃക തങ്ങളുടെ ജനപ്രതിനിധികളുടെ കാര്യത്തിലും ഉണ്ടാകണമെന്നുള്ള ഒരു നിർബന്ധം ലീഗ് ഇപ്പോൾ എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം, മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഇവരുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എന്തിനാണ് ലീഗ് ഈ നിയമസഭയിലെ അറ്റൻഡൻസ് പോലും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, MLA ആയാൽ അയാൾ നിയമസഭയിൽ ഉണ്ടാവണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അസുഖമോ അല്ലെങ്കിൽ ഒരു റീസണബിൾ റീസൺ അതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ന്യായം, അതിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ മാറി നിൽക്കണം. അതല്ലാതെ എന്തും ഏതും റീസണബിൾ ന്യായമാക്കി മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം നിയമസഭയിലെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിലെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഈ പറയുന്ന നിയമസഭയിലെ പ്രസംഗങ്ങൾ സ്വാഭാവികമായിട്ടും പലതിനും മറുപടി പറയാനുള്ള അവസരമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. മറുപടി മാത്രമല്ല പറയാനുള്ള അവസരം. ഇപ്പോൾ ലീഗിൻ്റെ മന്ത്രിമാരുണ്ട്, UDFിൻ്റെ മന്ത്രിസഭയുണ്ട്. അപ്പോൾ മന്ത്രിസഭയ്ക്ക് മാക്സിമം പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത് കൂടി ലീഗ് മുൻകൂട്ടി കാണുന്നുണ്ട്. പിന്നെ ഈ നിയമസഭയിലെ പ്രസംഗം കൂടി ഓഡിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. എന്താ കാര്യം? കാരണം
കൃമികീടങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് കുത്തിത്തിരിപ്പൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പ് പൊളിച്ചടക്കുക എന്നുള്ളത് അതിപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, KM ഷാജി വെറുതെ അല്ല അബ്ദുൾ റഷീദിനെ വിളിച്ചിട്ട് പറഞ്ഞത്. എന്ത് റഷീദേ, നമുക്ക് പിണറായി വിജയനെ നിയമസഭയിൽ കിട്ടണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് ഇന്നലെ ചില നിയമസഭയിൽ നടത്തിയ ചില പ്രസംഗങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ കൃത്യമായിട്ട് നിയമസഭയിൽ എന്ത് പറയണം, എന്ത് വിഷയം സംസാരിക്കണം, അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കോർഡിനേഷൻ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങൾക്കൊരു തീരുമാനമായിരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാൻ ജനപ്രതിനിധികളെ പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ മുകളിൽ, ഈ പാർട്ടിക്ക് മുകളിൽ ജനം അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് കൂട്ടാകാനും ഈ പാർട്ടി തങ്ങളുടെ പ്രതിനിധികളെ, തങ്ങളുടെ MLA-മാരെ, ജനപ്രതിനിധികളെ പര്യാപ്തമാക്കും എന്നുള്ള ഉറപ്പ് സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ MLA, ആ MLA നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ ഏത് നിമിഷവും അവരെ അവൈലബിൾ ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു പാർട്ടി എങ്ങനെയാണ് ഇടപെടേണ്ടത്? ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കെൽപ്പുള്ള എത്ര പാർട്ടികൾ നമുക്കിടയിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്? ആർക്ക് സാധിക്കും? ഇല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമായതുപോലെ തന്നെ തങ്ങളുടെ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് കാണിക്കുന്ന ശുഷ്കാന്തി അത് വളരെയധികം പ്രശംസനീയമാണ്. വളരെ മികച്ച തീരുമാനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ കാര്യങ്ങളിൽ ഓഡിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചതുപോലെ ഇപ്പോൾ നിയമസഭാ പ്രതിനിധികളുടെയും കാര്യത്തിൽ ഓഡിറ്റിംഗ് ഉണ്ടാകും. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അതിൽ പാകപ്പിഴവുകൾ വരാതിരിക്കുവാനും എന്തെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാനും അവരെ സഹായിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ചടുലമായ തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ജനങ്ങൾക്കൊപ്പം പാർട്ടി നിൽക്കും എന്നുള്ള പ്രഖ്യാപനം പാണക്കാട്ടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുമ്പോൾ അത് ഈ പാർട്ടിയുടെ തീരുമാനമാണ്. അത് ഈ പാർട്ടിയുടെ ഹരിത പതാക നെഞ്ചോട് ചേർത്ത ഓരോ പ്രവർത്തകനും ആഗ്രഹിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ്.